ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ വളരെ ടേസ്റ്റോട് കൂടി ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ പണ്ട് പുരാതന കാലം തൊട്ട് നമ്മുടെ അമ്മമ്മമാരും നമുക്ക് ഉണ്ടാക്കി തന്നിട്ട് നല്ല ടേസ്റ്റോടും ഹെൽത്തിയോടും കൂടിയുള്ളൊരു പലഹാരമാണ്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത്, നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. ഇതിനു വേണ്ടി 2 ഗ്ലാസ് അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമ്മുടെ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ചുമന്ന അരിയല്ലേ, അതാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് നല്ലോണം കഴുകി ഇതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞെടുത്ത് വെച്ചിട്ടുള്ളതാണ്. വെള്ളമൊക്കെ തോർത്ത് വേണം നമ്മളിത് എടുക്കാൻ വേണ്ടി. അപ്പോൾ ഈ ഒരു ഗ്ലാസിൻ്റെ അളവിലാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. 2 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ഒരു ചട്ടി അടുപ്പേ വെച്ച് അതിലേക്ക് നമുക്ക് ഇട്ട് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ വേണം ഇതൊന്ന് വറുത്തെടുക്കാൻ വേണ്ടി. തീ കൂട്ടി കൊടുക്കരുത്, പെട്ടെന്ന് അത് കരിഞ്ഞു പോകും. അതുകൊണ്ട് നമ്മൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം ഇതൊന്ന് വറുത്തെടുക്കാൻ വേണ്ടി. തീ കൂട്ടി കൊടുക്കരുത്. അപ്പോൾ നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ അരിയൊക്കെ ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ആ സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് ഏലക്ക മുഴുവനായിട്ടുള്ളത് ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ ഏലക്ക പൊടിയാണോ ഉള്ളതെങ്കിൽ നമ്മൾ പൊടിക്കാൻ നേരത്തെ ചേർത്ത് കൊടുത്താൽ മതി. എൻ്റെ പൊടി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഈ ഒരു സമയത്താണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് അരി നല്ലോണം മൂത്ത് വന്ന ശേഷം നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ ചെറിയ ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇത് ഇളക്കിയെടുക്കാം. അതും കൂടെ റോസ്റ്റ് ചെയ്ത ശേഷം നമുക്കിത് അടുപ്പിൽ നിന്ന് മാറ്റാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ അരിയൊക്കെ നല്ലോണം വറുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അരിയെല്ലാം നമ്മൾ ഇതുപോലെ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ചൂട് ചട്ടിയിലേക്ക് 2 കപ്പ് അരിക്ക് 2 കപ്പ് അളവിൽ തേങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് തേങ്ങ കൂടുതൽ വേണമെന്നെങ്കിലും ചേർത്ത് കൊടുക്കാം. തേങ്ങ ഒരുപാട് റോസ്റ്റ് ചെയ്തെടുക്കേണ്ട. തേങ്ങയുടെ നനവ് മാറി വരുന്നിടം വരെ നമ്മളൊന്ന് ഇളക്കിയെടുത്താൽ മതിയാകും. അപ്പോൾ നമ്മുടെ ഒരു തേങ്ങ കറക്റ്റ് പാകത്തിലായി വന്നിട്ടുണ്ട്. വെള്ളത്തിൻ്റെ മയമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമുക്ക് വറുത്ത് വെച്ച അരി ഒന്ന് പൊടിച്ചെടുക്കാം. ആദ്യം നമ്മൾ കുറച്ച് അരി പുട്ടുപൊടിക്കൊക്കെ എടുക്കുന്ന രീതിയിൽ തരിതരിയായിട്ടാണ് ഒന്ന് പൊടിച്ചെടുക്കുന്നത്. രണ്ടാമത് അരയ്ക്കുമ്പോൾ നല്ല ഫൈനായിട്ട് വേണം ഇതൊന്ന് പൊടിച്ചെടുക്കാൻ വേണ്ടി. അപ്പോൾ നമുക്ക് അരി ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇത് നല്ല ഫൈനായിട്ട് നമ്മളിതൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി തേങ്ങ നമുക്ക് ചെറുതായിട്ടൊന്ന് ഒതുക്കിയെടുക്കാം. നല്ല ഫൈനായിട്ട് പൊടിക്കേണ്ട, ജസ്റ്റ് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്താൽ മതിയാകും. ഇനി നമ്മളൊരു പാൻ അടുപ്പേ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 2 കപ്പ് ശർക്കരപ്പാനിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നല്ല തിക്കായിട്ടുള്ള ശർക്കരപ്പാനിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് മധുരം എത്രയാണോ വേണ്ടത് അതനുസരിച്ച് ഒഴിച്ച് കൊടുക്കുക. ഇനി നമുക്കിത് ചെറുതായിട്ടൊന്ന് വറ്റിച്ചെടുക്കാം, ഒന്ന് കുറുക്കിയെടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാനൊരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ശർക്കരപ്പാനി നമുക്ക് ചെറുതായിട്ടൊന്ന് കുറുകി വരുന്നതിന് വരെ ഒന്ന് വെയിറ്റ് ചെയ്യും. നമ്മുടെ ശർക്കരപ്പാനി ചെറുതായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ആ സമയത്ത് നമുക്കിതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വറുത്ത് പൊടിച്ചതാണ് അരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഫ്ലെയിം കൂട്ടി കൊടുക്കരുത്, കുറച്ചിട്ട് വേണം ഇതൊന്ന് ചെയ്യാൻ വേണ്ടി. നല്ലതുപോലെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പണ്ട് പുരാതന കാലം തൊട്ട് നമ്മുടെ അമ്മമാരൊക്കെ നമുക്ക് ഉണ്ടാക്കി തന്നിട്ടുള്ളൊരു പലഹാരമാണ്. ഇത് കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്, വളരെ ഹെൽത്തിയും കൂടിയാണ്. അപ്പോൾ ബാക്കി കുറച്ച് ശർക്കരപ്പാനിയും കൂടി ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇത് ഡ്രൈ ആയി വരുന്നിടം വരെ നമുക്കിതൊന്ന് ഇളക്കിയെടുക്കണം. നനവ് പാടില്ല. ഇത് നന്നായിട്ട് നമ്മൾ ഇതുപോലെ ഇളക്കി കട്ടകളൊന്നും ഇല്ലാതെ ഇളക്കി ഒന്ന് ഡ്രൈ ആക്കി എടുക്കുന്നിടം വരെ നമ്മളൊന്ന് ഇളക്കിയെടുക്കണം. അപ്പം നനവുണ്ടെങ്കിൽ പെട്ടെന്ന് ഇത് കേടായിട്ട് പോകും. നനവില്ലാതെ നല്ല ഡ്രൈ ആക്കി എടുക്കണം. അപ്പോൾ ഒരുപാട് നാൾ ഇരിക്കുകയും കൂടെ ചെയ്യും. അപ്പോൾ നമ്മുടെ ഈ ഒരു പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നനവൊന്നുമില്ലാതെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഈ ഒരു പലഹാരം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിലേക്ക് 2 കപ്പ് ശർക്കരപ്പാനി കൂടി ഒഴിക്കാമെങ്കിൽ നമുക്കിത് അരിയുണ്ടയാക്കി എടുക്കുകയും ചെയ്യാം. അപ്പോൾ ഞാൻ ഈ രീതിയിലാണ് എടുക്കുന്നത്. നമ്മുടെ അവലേസ് പൊടിയായിട്ട് എടുക്കാം. നമുക്ക് ഷുഗറുകാർക്കൊക്കെ ഒന്നും പേടിക്കേണ്ട, വളരെ ഹെൽത്തിയാണ്. അപ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാനും വളരെ ഹെൽത്തിയാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അരി നമ്മൾ വറുത്ത് പൊടിച്ചപ്പോൾ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതിനകത്ത് ഇട്ടേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പം നനവൊക്കെ ഉണ്ടെങ്കിലും മാറാൻ നല്ലതാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാതെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാതെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കുമല്ലോ, നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരമാണ്. അപ്പോൾ വീണ്ടും ഒരു പുതിയ റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ഉണ്ണിക്ക് ജ്യൂസ് കറി വേൾഡ്.